ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രൈ ഐസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ തൊട്ട് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ട്രേ ഡ്രയർ. സോ ട്രേ ഡ്രയറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോട്ട് എയർ നമ്മൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സോൾട്ട് ഉണ്ടായിരിക്കും, ആ സോൾട്ട്സ് ആയിരിക്കും നമുക്ക് ഡ്രൈ ചെയ്യേണ്ടത്. അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും എയർ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കും, ട്രേക്കകത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ട്രേ ഡ്രയർ എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ ഇൻസുലേറ്റ് ഡബിൾ വാൾഡ് ക്യാബിനറ്റ്സ് ആയിരിക്കും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ക്യാബിനറ്റ്സ് ഇല്ലേ, ക്യാബിനറ്റ്സ് ഉണ്ടായിരിക്കും. അത് മൂവബിൾ ട്രോളി, നമ്മുടെ ഈ മൈക്രോ ഓവനൊക്കെ ഇല്ല, അതുപോലെ തന്നെയാണ് ഒരു ട്രോളി ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ സോൾഡ് വെക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എയർ മൂവ് ആവുന്നു. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ എഫിഷ്യൻ്റ് ആണ്, സിമ്പിൾ ആണ്, കുറച്ച് ആൾക്കാർ മതി. ഡിസഡ്വാൻറ്റേജ് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെറ്റീരിയലും നമുക്ക് വെക്കാൻ പറ്റില്ല, കുറച്ച് മെറ്റീരിയൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. എൻ്റെ പിക്ചർ ഉണ്ട്, നന്നായിട്ട് നോക്കുക, വരയ്ക്കുക, പഠിക്കുക. സോ ട്രേ ടയർ എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് എയർ ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുവാണ് ചെയ്യാം. സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രേ ഡ്രയർ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രം ഡ്രയർ. സോ ഡ്രം ഡ്രയർ എന്ന് പറഞ്ഞാൽ ഹീറ്റഡ് റൊട്ടേറ്റിംഗ് ഡ്രം ഡ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. സോ ഹീറ്റഡ് റൊട്ടേറ്റിംഗ് ഡ്രം ഡ്രയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. സോ അവിടെ നമ്മൾ ലിക്വിഡും സ്ലറി മെറ്റീരിയലുമാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ ഹൊറിസോണ്ടൽ സ്റ്റീം ഹീറ്റഡ് മെറ്റാലിക് സിലിണ്ടർ വിത്ത് സ്ക്രേപ്പർ. നമ്മുടെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്റ്റീം ഹീറ്റഡ് ആയിട്ട് ഹൊറിസോണ്ടൽ ഇരുന്നൊരു മെറ്റൽ സിലിണ്ടർ ഉണ്ടാവാം. സോ ഡ്രം ഡ്രയർ എന്ന് പറയുന്ന പോലെ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ഒരു ഡ്രയർ ഉണ്ടാവില്ലേ, ഡ്രം പോയിരിക്കുന്ന, അതിൻ്റെ ഒരു പരിപാടി തന്നെയാണ് ഡ്രം ഡ്രയറിന് ഉണ്ടാവുക. ഹൊറിസോണ്ടലായിട്ടൊരു സ്റ്റീം ഹീറ്റഡ് മെറ്റൽ സിലിണ്ടർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ റാപ്പിഡ് ഡ്രൈയിങ് പോസിബിൾ ആണ്. തെർമോ സെൻസിറ്റീവ് ഡ്രഗ്സ് പോലും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡ്രം ഡ്രയറിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ പിക്ചർ നോക്കിക്കോളാം. സോ സ്പ്രേ ഡ്രയർ ആണ്. സോ സ്പ്രേ ഡ്രയറിൽ ഒരു അറ്റോമൈസർ ഉണ്ട്. സോ അറ്റോമൈസർ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ഫീഡുകൾ സ്പ്രേ ചെയ്യുവാണ്. ഫൈൻ ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അറ്റോമൈസർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇവാപ്പറേഷൻ ഉണ്ട്. സോ ഈ ഡ്രോപ്ലെറ്റ്സ് ഹോട്ട് എയർ ഫ്ലോ വഴി എന്ത് ചെയ്യുന്നു, ഈ ഉണങ്ങി പോവുകയാണ് ചെയ്യുക. ആൻഡ് സെപ്പറേഷൻ, ഡ്രൈ പൗഡർ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കൊരു സോൾട്ട് നമുക്ക് ഡ്രൈ ചെയ്യണമെങ്കിൽ അത് ലിക്വിഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ, ലിക്വിഡിൻ്റെ ഫോമിലിരിക്കുവാണെങ്കിൽ ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ താഴെ ഈ ഹോട്ട് എയറും കൂടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഈ ലിക്വിഡ് ഉണങ്ങുകയും സോൾട്ട് താഴേക്ക് വരികയും ലിക്വിഡ് മേലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനത്തെ പരിപാടിയാണ് സ്പ്രേ ഡ്രയറിൽ വരുന്നത്. സോ അഡ്വാൻറ്റേജ് പ്രൊഡക്റ്റ് കൺട്രോൾ കിട്ടും, എഫിഷ്യൻ്റ് ആണ്, വേഴ്സറ്റൈൽ ആണ്, ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. സോ ഫാർമസ്യൂട്ടിക്കൽ യൂസ് ഓഫ് ട്രേ ഡ്രയർ ആണ്. സോ സ്റ്റിക്കി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ചെയ്യാം. പിന്നെ ഗ്രാനൂൾസ് ഇല്ല, ഗ്രാനൂൾസ് ഒക്കെ നമുക്ക് ഡ്രൈ ചെയ്യുന്ന ട്രേ ഡ്രയർ വെച്ചിട്ടാണ്. ക്രൂഡ് ഡ്രഗ്സുകളൊക്കെ നമ്മളതിൻ്റെ കെമിക്കൽ കമ്പോണൻസും ഒക്കെ ഡാമേജ് ആകാതിരിക്കാനും ഒക്കെ നമ്മൾ ട്രേ ഡ്രയർ യൂസ് ചെയ്യാറുണ്ട്. എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റില്ല, ചിലതുകൾ മാത്രമേ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സോ ഫാർമസ്യൂട്ടിക്കൽ യൂസ് ആണ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ പെൻസിലിൻ, ബ്ലഡ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഉണക്കാനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് എക്സിപ്പിയൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടി നമുക്ക് സഹായിക്കാറുണ്ട്. ഡ്രഗ് ഫോർമുലേഷൻ്റെ സോലബിലിറ്റി, ബയോ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ആൻഡ് ഡ്രൈ പൗഡേഴ്സൊക്കെ നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഡ്രം ഡ്രയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. റാപ്പിഡ് ഡ്രൈയിങ് നമുക്ക് പോസിബിൾ ആണ്. തെർമോ സെൻസിറ്റീവ് ആയിട്ട്, നമുക്കിപ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് ആയതുപോലും നമുക്ക് ഡ്രം ഡ്രയർ വെച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആൻഡ് കോമ്പാക്ട് ഡിസൈൻ, വളരെ വളരെ കുഞ്ഞ് ഡിസൈൻ, നിങ്ങൾ ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞ് ഡിസൈനാണ്. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ആൻഡ് ഡ്രം ഡയറിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. സോ മെയിൻ്റനൻസ് ഭയങ്കര പാടാണ്. ആൻഡ് സ്കില്ല് വളരെ അത്യാവശ്യമാണ്. ആൻഡ് സോലബിലിറ്റി ലിമിറ്റ്സ്, അതായത് ലോ സോലബിലിറ്റി പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രം ഡയറിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി സ്പ്രേ ഡ്രയറിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, ബൾക്ക് ഡിസൈനാണ്. സോ ഒരു വലിയ ഇൻസ്റ്റലേഷനൊക്കെ വളരെ അത്യാവശ്യമായ ഒരു ഡിസൈനാണ് ഈ സ്പ്രേ ഡ്രയറിന് വേണ്ടത്. ക്ലീനിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ക്ലീനൊന്നും ചെയ്യാൻ പറ്റില്ല. എനർജി ഇൻഎഫിഷ്യൻ്റ് ആണ്. സ്പ്രേ ഡ്രയറിന് ഒരുപാട് തെർമൽ എഫിഷ്യൻസി കുറവാണ് എന്നുള്ളതാണ്. ഇപ്പം സ്പ്രേ ഡ്രയർ എന്ന് പറയുമ്പോൾ എല്ലാ ലിക്വിഡ്സും നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ, ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ അതിൽ വരാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈ സ്പ്രേ ഡ്രയറിൻ്റെ ആപ്ലിക്കേഷനാണ്. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഫോർമുലേഷൻസ് ഒക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സഹായിക്കാറുണ്ട്. ഫുഡ് ഇൻഡസ്ട്രി ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ പോലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ എല്ലാത്തിൻ്റെയും പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സോ ഡ്രയർ സെലക്ഷൻ ആണ്. സോ എങ്ങനെയാണ് നമ്മൾ ഡ്രയർ സെലക്ഷൻ എടുക്കുക? ഫസ്റ്റ് വൺ ഈസ് ഡ്രൈയിങ് ടൈം. ഡ്രൈയിങ് ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഏത് ഡ്രയർ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക.
പിന്നെ തേർമൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസ് നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. മിക്കവാറും സ്പ്രേ ഡ്രയറാണ് അവിടെ നമുക്ക് ഏറ്റവും നല്ലത്. സോ പെട്ടെന്ന് ചെയ്യണമെന്നെങ്കിൽ ഡ്രം ഡ്രയറാണ് നമുക്ക് ഇച്ചിരി ഫാസ്റ്റർ ആയിട്ടുള്ളത്. ട്രേ ഡ്രയർ സ്ലോവർ ആണ്. ആൻഡ് ഫുട് പ്രിന്റ് ലൈക്ക് എന്താണ്, ഡ്രം ഡ്രയറിന് കുഞ്ഞു സ്മോളസ്റ്റ് ഫുട് പ്രിന്റ്സ് ആണ് ഉള്ളത്. ആൻഡ് മെയിൻ്റനൻസ് പറയുവാണെങ്കിൽ ട്രേ ഡ്രയറിന് ലെസ് മെയിൻ്റനൻസ് ആണ്. നമ്മുടെ മൈക്രോ ഓവൻ ഇല്ല അതുപോലെ തന്നെയുള്ളത് കേട്ടോ. സോ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത്രയുമാണ് ഇവിടെ ഈ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് കാണാം. താങ്ക് യു.